സാധ്യത മാങ്ങ പെറുക്കി വരികയാണ്. മാങ്ങ പെറുക്കി വരുന്നുണ്ട്, കലിയോടെ വരുന്നുണ്ട്. കുറച്ച് തോനെ മാങ്ങ കിട്ടിക്കണമെന്ന് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതോ കടയിൽ പോയി മേടിച്ചതാണ്. പക്ഷെ കടയിൽ പോയി മേടിച്ചതല്ല, ഓൻ പെറുക്കി വന്നതാ. കലി തീർന്നിട്ടില്ലോ എനിക്ക് എന്നോട്. കണ്ട നല്ല മാങ്ങ കേട്ടോ. നമുക്ക് ഈ മാങ്ങ വെച്ചൊരു സംഭവം ഉണ്ടാക്കിയാലോ. വാ നമുക്കിനി ഇത് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം. അങ്ങനെ ഇതേ ലൈറ്റ് ടോട്ടൽ 3 ആൾക്കാരുള്ള കാരണം 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് നല്ല പഴുത്ത മാങ്ങയായ കാരണം ഇത്തിരി മധുരം കൂടുതലാട്ടോ. അപ്പോൾ നല്ല അള്ളിപ്പിളി ആയിട്ടുണ്ട്. അത് കാരണം ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഒരു വിശ്വാസം കൈവിടാതെ നോക്കണ്ട്. നമ്മുടെയും കൂടി ഉത്തരവാദിത്വമല്ലേ. അത് നമുക്കിതിലേക്ക് വേണ്ട രുചികരമായ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പിന്നെ വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പഴുത്തേക്കാൻ അള്ളിപ്പൊളി ആയിക്കണേ. നമുക്ക് ആദ്യം തന്നെ മുളകും പൊടി വെതറി കൊടുക്കാം. എല്ലായിടത്തും ആവണം കേട്ടോ. നമ്മൾ സാധാ മുളകാണ് കേട്ടോ, കാശ്മീരി ചില്ലി ഉപയോഗിക്കാറില്ല സാധാരണ പൊതുവേ മാങ്ങയിൽ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ്, ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി ഉപയോഗിക്കാറില്ല, അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പ് അത്രയ്ക്കാണ് ചേർക്കണ്ടെങ്കിൽ ഇത്തിരി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാറുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ നല്ല അള്ളിപ്പിളി ആയ കാരണം വെളിച്ചെണ്ണ ചേർക്കാതെ കുഴയ്ക്കുക കേട്ടോ. കൈയിട്ട് പൊട്ടിക്കട്ടെ ഞാൻ. ഇതേ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആദിദേവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം മാങ്ങ. നമുക്ക് ആദിദേവിൻ്റെ റിയാക്ഷൻ എങ്ങനെ നോക്കാം. സൂപ്പറാ. പിടിച്ചോ. അതെ ആട്ടല്ലേ അവൻ്റെ കൈ കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ മാങ്ങ. അട്ടയുടെ പട്ടി കണ്ടോ, ഇത് സ്മൂത്തായിട്ടാണ്.
കഴിച്ചിട്ട് റിയാക്ഷൻ ഇടും. സ്റ്റാർട്ട്. ഒരു പീസ് ഇടുക. സ്റ്റാർട്ട്. ഗായ്സ് അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടല്ലേ നല്ല മാങ്ങ. ഉഗ്രം ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ട് നിർത്തിയിട്ടോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം ഇവിടെ ഊഞ്ഞാലാടാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം ഊഞ്ഞാലാടാൻ. അതിനാണ് ഇപ്പോൾ ഇത്രയും നേരം കിടന്ന് കിണുങ്ങുന്നത്.